ഓരോ മനുഷ്യനും പ്രകൃതിപരമായ രീതിയിലാണ് പല്ലുകളുള്ളത്. തെറ്റായ സൗന്ദര്യ കാഴ്ചപ്പാട് മനുഷ്യരിൽ കടന്നു കയറി. ഓരോ മനുഷ്യനും അവരുടേതായ പ്രകൃതമുണ്ട്, അവരുടേതായ സൗന്ദര്യമുണ്ട്. പല്ലിൽ കമ്പി ഇടുന്നത് കാരണമായി ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? നാച്ചുറലായി ഉണ്ടായിരുന്ന എൻ്റെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. തേങ്ങ പോലും ഒരുപക്ഷെ പൊതിക്കാൻ പറ്റിയേക്കും, അത്ര സ്ട്രെങ്താണ് നമ്മുടെ പല്ലിനുള്ളത്. ആ പല്ലിൽ നിന്നാണ് 4 പല്ല് പിഴുതെടുത്ത്. ഓരോ മനുഷ്യനും പ്രകൃതിപരമായ രീതിയിലാണ് പല്ലുകളുള്ളത് അല്ലേ? അപ്പോൾ ആ മനുഷ്യന് ആരോഗ്യത്തിലിരിക്കാൻ ഏതൊരു ആംഗിളിലാണോ പല്ല് വരേണ്ടത് ആ ആംഗിളിലാണ് പല്ല് വരുന്നത്. മുൻപ് ഇതൊന്നും ആളുകൾ വലിയ ഒരു ശ്രദ്ധ കൊടുത്തിരുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് സിനിമ സീരിയലുകളുടെ ഇൻഫ്ലുവൻസ് കാരണമായി ഒരു സൗന്ദര്യ കാഴ്ചപ്പാട്, തെറ്റായ സൗന്ദര്യ കാഴ്ചപ്പാട് മനുഷ്യരിൽ കടന്നു കയറി. നിരപ്പ് ആകുമ്പോഴാണ് സൗന്ദര്യമെന്ന് തെറ്റിദ്ധാരണ ഉണ്ടായത്. ഓരോ മനുഷ്യനും അവരുടേതായ പ്രകൃതമുണ്ട്, അവരുടേതായ സൗന്ദര്യമുണ്ട്. ഇതിൽ മാറ്റം വരുത്തുന്ന തരത്തിൽ എന്തെങ്കിലും പണി ഇതിൽ ചെയ്താൽ പണി കിട്ടും എന്നുള്ളതിൽ ഞാൻ അനുഭവസ്ഥനാണ്. പല്ലിൽ കമ്പി ഇടുന്നത് കാരണമായി ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ അനുഭവം പറയാം, ഇതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പല്ലിൽ കമ്പി ഇട്ടതിന് ശേഷം നാച്ചുറലായി ഉണ്ടായിരുന്ന എൻ്റെ പല്ലിൻ്റെ അലൈൻമെൻറ്റ് കംപ്ലീറ്റ് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എൻ്റെ പല്ലിനുണ്ടായിരുന്ന നാച്ചുറലി ഉള്ള ബലം, നമുക്കറിയാം നമ്മുടെ പല്ല് എത്ര ബലമുള്ളതാണ്. നല്ല അമർത്തി കടിച്ചാൽ തേങ്ങ പോലും ഒരുപക്ഷെ പൊതിക്കാൻ പറ്റിയേക്കും, അത്ര സ്ട്രെങ്താണ് നമ്മുടെ പല്ലിനുള്ളത്. ആ പല്ലിൽ നിന്നാണ് 4 പല്ല് പിഴുതെടുത്തിട്ട്, ആ പിഴുതുന്ന സമയത്ത് അവരെടുക്കുന്ന എഫേർട്ട് എത്ര വലുതാണ്. അങ്ങനെ ആ എഫേർട്ട് എടുത്ത് അത് പിഴുതുമ്പോൾ തന്നെ നമ്മുടെ തലയ്ക്കൊക്കെ അത് എങ്ങനെയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിന് ശേഷം ഈ ഗ്യാപ്പിലേക്കാണ് മറ്റു പല്ലുകളെ വലിച്ച് അടുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഇത് കാരണമായി പലപ്പോഴും ഈ പല്ലിൻ്റെ ഞരമ്പുകൾ, അത് നല്ല സ്ട്രെങ്തിലിരിക്കുന്ന ഞരമ്പുകളാണ്, അതിൻ്റെ സ്ട്രെങ്ത് ഈ വലിയുന്നതോടുകൂടി നഷ്ടപ്പെടുകയും കുറച്ച് നാളത്തേക്ക് ഇങ്ങനെ എന്തോ ഒരു വലിയ സംഭവം പോലെ ചിരിച്ച് നടക്കാമെങ്കിലും എൻ്റെ അവസ്ഥ ആർക്കും ഇനി വരാതിരിക്കട്ടെ. ഞാൻ നന്നായി നിരുത്സാഹപ്പെടുത്തും ആരെങ്കിലും പല്ലിൽ കമ്പിയിടുന്ന കാര്യം പറഞ്ഞാൽ. കാരണം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അത് തിരിച്ചറിയാതെ നമ്മൾ ആർക്കോ വേണ്ടി, മറ്റാരെയോ പോലെ ആകാൻ വേണ്ടിയിട്ട് ഈ പല്ലിൽ കമ്പിയിട്ട് പല്ലിനെ ഡാമേജ് ആക്കി കളയുന്ന ആ കമ്പി പല്ലിൽ തട്ടിയിരിക്കുന്ന സമയത്ത് തന്നെ പല്ലിന് എത്രത്തോളം മാറ്റം സംഭവിക്കും. ഞാൻ ഒരു അന്വേഷണം നടത്തിയപ്പോൾ കമ്പിയിട്ട ആളുകളൊക്കെയും കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ പ്രയാസത്തിലേക്ക് പോയ ധാരാളം അനുഭവങ്ങളാണ് ഉണ്ടായത്. നിങ്ങൾക്കിതിൻ്റെ കമൻറ്റ് സെക്ഷനിലും പല്ലിൽ കമ്പിയിട്ടതിന് ശേഷം പല്ല് പ്രയാസത്തിലായ, കൂടുതൽ പ്രയാസത്തിലേക്കായ ആളുകളുടെ അനുഭവങ്ങൾ ഒരു പക്ഷേ കണ്ടേക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രകൃതി വിരുദ്ധമായ പ്രവണതയ്ക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ പ്രകൃതം മനസ്സിലാക്കുക, നിങ്ങളുടെ ആരോഗ്യം മനസ്സിലാക്കുക, അപകടപ്പെടാതെ ശ്രദ്ധിക്കുക, നിങ്ങൾ നിങ്ങളായി ജീവിക്കുക.